അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും ഞങ്ങളുടെ ബിജി മനു ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും പിസ്സയല്ല, ബ്രെഡഡ് പിസ്സ, ബ്രെഡ് കൊണ്ടുള്ള നല്ല കിടുക്കാച്ചി പിസ്സ. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മൊസറല്ല ചീസ്, അതാ ഇവിടെ സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അതാണ് ഈ പരുവത്തിലിരിക്കുന്നത്. കാരണം നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഷേപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഹോംലിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി ബ്രെഡഡ് പിസ്സ ഉണ്ടാക്കുന്ന കലാപരിപാടിയിലേക്ക് കിടക്കാം. അതിന് വേണ്ട നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 8 പീസ് ബ്രെഡാണ്. കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലെടുക്കാം. ഇനിയും ചെറിയൊരു അംഗം വെട്ടുണ്ട്, അതായത് നമുക്ക് ഈ ബ്രെഡിനെ ഇങ്ങനെ മുറിച്ച് 9 കഷ്ണങ്ങളാക്കി മാറ്റണം. പിന്നെ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ പോർഷൻസ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ 8 പീസ് ബ്രെഡും ഇതുപോലെ 9 ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എല്ലാം കൂടെ ഒരു ബൗളിലിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചെറിയൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് ആദ്യമായിട്ട് നമ്മൾ 3 മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ലേശം ഉപ്പ്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഇനി 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാൽ, അല്ലെങ്കിൽ തിളപ്പിക്കാത്ത പാൽ, നമ്മളിവിടെ തിളപ്പിക്കാത്ത പാലാണ് എടുക്കുന്നത്, അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇവരെ എല്ലാവരെയും കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അടിച്ച് അങ്ങോട്ട് കലക്കി എടുക്കണം അങ്ങോട്ട്. അങ്ങനെ അതായത് നമ്മളിവിടെ സെറ്റാക്കി അടിച്ച് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞ് നമ്മൾ സെറ്റാക്കി പീസാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിനകത്തോട്ട് ഇവനെ ഒഴിച്ച് മൊത്തത്തിൽ സ്പൂൺ കൊണ്ട് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആ ബാറ്ററൊക്കെ ഒഴിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മൾ ആ ബ്രെഡിനെ ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത കലാപരിപാടി, ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ അങ്ങോട്ട് കത്തിക്കുക. ഫ്രൈയിങ് പാൻ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ, നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവനെ നല്ല രീതിയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ബട്ടർ മൊത്തത്തിൽ ഉരുകിയ ഫ്രൈയിങ് പാൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ചുറ്റിച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം. കാരണം ബ്രെഡാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. ബ്രെഡ് പെട്ടെന്ന് ഇതാവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പയ്യെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ആ സ്പൂൺ കൊണ്ട് മൊത്തത്തിൽ പരത്തി ആ ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇനി നല്ല ടൈറ്റായിട്ടൊരു പാത്രം കൊണ്ട് മൂടി വെച്ച് അത് അടച്ചങ്ങോട്ട് വരും. നല്ല ടൈറ്റായിരിക്കണം, അടച്ചു വെക്കുക. എന്നിട്ടൊരു 4 മുതൽ 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇവനൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം. അതായത് ഈ ഫ്രൈയിങ് പാനെക്കാട്ടി കുറച്ച് വലുപ്പമുള്ളൊരു പാത്രം വേണം. അതായത് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് കുറച്ച് കലാപരിപാടി കണ്ട് സൂക്ഷിച്ച് വേണം. നമ്മൾ ഈ ഷെഫ്മാരൊക്കെ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ കമത്തുന്ന കാണത്തില്ലേ, ഞാനും ആദ്യം ഒന്ന് പേടിച്ചു, പറ്റുമോ താഴെ പോകും എല്ലാം കൂടെ കുളമെന്ന് വിചാരിച്ചു. എല്ലാം നമ്മളെ കൊണ്ട് പറ്റും. നൈസായിട്ടൊന്ന് പിടിച്ചങ്ങോട്ട് കമത്തിയാൽ മതി, അത് കിട്ടും. കിട്ടി. അങ്ങനെ ഇത് ആ പ്ലേറ്റിലേക്ക് മാറ്റി നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കരിയാതെ നല്ല സെറ്റായി കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മുടെ അതേ ഫ്രൈയിങ് പാനിനകത്തോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ടിട്ട് പഴയ ചെയ്ത അതേ കലാപരിപാടി അത് ചുറ്റിച്ച് മൊത്തത്തിൽ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ച അവനെ വീണ്ടും അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് കലാപരിപാടിയും കൊണ്ട് അങ്ങോട്ട് ഇടുക. എപ്പോഴും പ്രത്യേകം പറയുന്നു, ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ലോ ഫ്ലെയിം തന്നെ വെക്കണം. കാരണം നമ്മൾ ബട്ടർ ഒന്നും മെൽറ്റാവാനുള്ള ഇച്ചിരി കൂട്ടി വെച്ചുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിം വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ബ്രെഡ് അതിനകത്തോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് ലോ ഫ്ലെയിം ആക്കിയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ പൊന്നടാവ് എല്ലാം കൂടെ കരിഞ്ഞു പോകും. ഇനിയാണ് മെയിൻ കലാപരിപാടി, അതായത് പിസ്സയുടെ മർമ്മപ്രധാന ഭാഗത്തിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അങ്ങോട്ട് ഒഴിച്ച് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ഇത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൂടെ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ റെഡ് ചില്ലി സോസ്, അത് ഓപ്ഷണലാണ്, ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. ഇനി നമുക്ക് പച്ചക്കറിക്കായ തട്ടിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ സവാള കുനുകുന അരിഞ്ഞത് അങ്ങോട്ട് വിതറി കൊടുക്കുക. പിന്നെ തക്കാളി അതുപോലെ വിതറി കൊടുക്കുക. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഇങ്ങനെ തപ്പൂക്കളൊക്കെ ഇടുന്ന പോലെ അലങ്കരിച്ചങ്ങോട്ട് സൈഡിൽ ഇങ്ങനെ ചുറ്റിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനിയാണ് പിസ്സയുടെ മർമ്മപ്രധാനമായ സാധനം, അതായത് മൊസറല്ല ചീസ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനമാണ്. വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. മൊസറല്ല ചീസ് ഏത് കമ്പനിയുടെ ആണെങ്കിലും അവൈലബിൾ ആണ്, അത് വാങ്ങിക്കുക. അതുപോലെ നല്ല രീതിയിൽ ചീസ് നല്ല രീതിയിൽ വേണം കേട്ടോ, നല്ല രീതിയിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ നമ്മൾ വിതറി കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പേര് ഭയങ്കര റിച്ച് ആണെങ്കിൽ ഇത് നമ്മുടെ വീട്ടിൽ ഈ വറ്റൽ മുളകില്ലേ, നമ്മൾ കടുക് വറക്കാൻ ഉപയോഗിക്കുന്നത്, അത് മിക്സിയിൽ 2 അടി അടിച്ച് എടുത്താൽ മതി. അല്ലാതെ അതിനായിട്ട് വാങ്ങിക്കാൻ പോകണമെന്നില്ല. അത് നമ്മൾ അടിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് ഇതുപോലെ വിതറി കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ചീസെല്ലാം വിതറിയതിന് ശേഷം ഇതും നല്ല രീതിയിൽ ടൈറ്റാക്കി അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ ഈ ഒരു കലാപരിപാടി, ഈ അലങ്കോല പണികൾക്കെല്ലാമായിട്ട് എടുത്തിട്ടുണ്ട്.
അപ്പം അത് ആലോചിച്ചിട്ട് ഇനി ഒരു 3 മിനിറ്റ് കൂടെ മതി. 3 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ നല്ല രീതിയിൽ അടച്ച് ടൈറ്റായിട്ട് മൂടിയിൽ, കാരണം ഇതിൽ ആവിയിലിരുന്ന് ആ ചീസൊക്കെ ഉരുകി ഇറങ്ങണം. അതാണ് നമ്മൾ അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് വെക്കുക ഒരു 3 മിനിറ്റ്. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാ മൂടി മാറ്റി നോക്കുക. ആ ഒരു മണം വരുന്നുണ്ട്. എൻ്റെ സാറേ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവനെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതങ്ങനെ പാത്രത്തിൽ മാറ്റിയത് നല്ല സെറ്റായിട്ട് നല്ല അടിപൊളി കിഡിലോസ്കി ബ്രെഡഡ് പിസ്സ, നല്ല അതും വീട്ടിലുണ്ടാക്കിയ ചീസിൽ തയ്യാറാക്കിയത്, ഓവൻ്റെ ആവശ്യമില്ല. നല്ല അടിപൊളി പിസ്സയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തുക. ആദ്യം തന്നെ ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാം. എൻ്റെ പൊന്നടാവേ, ഒരു രക്ഷയില്ല, വേറെ ലെവല് സാധനം. അതുപോലെ ഇത് അകത്താകുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ മയോണൈസ് ഒക്കെ ഒഴിച്ച് കഴിച്ചാൽ കുറച്ചുകൂടെ പൊളിക്കും, വേറെ ലെവലായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം.